നല്ല ഫൺ ടു ഡ്രൈവ് ആണ്. സ്പോർട്ട് മോഡിലിട്ടാൽ ഞാൻ ലൈനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പാർച്ചർ ആവാൻ നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെയാണ് നമ്മുടെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്തത്. നമുക്ക് ഡ്രൈവർ വിൻഡോ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോകുന്നതാണ്. നമ്മൾ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ബിഗ് ഡിസ്പ്ലേ തന്നെയാണ്. ഒന്നും കൂടെ മുകളിലോട്ടേക്ക് ആക്കിയിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് റിക്ലൈൻ ചെയ്ത് വെക്കാം. അതായത് 2 സ്റ്റെപ്പ് റിക്ലൈൻ ആണ്. ഹ്യുണ്ടായുടെ അയോണിക് 5 കണ്ട ഇൻഡിക്കേഷൻ കാണാം. ഇത് മോസ്കോഡാണ് ശരിക്കും. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ദ ഓൾ ന്യൂ അപ്ഡേറ്റഡ് ഹ്യുണ്ടായി വെന്യൂ. സോ എക്സ്റ്റീരിയറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയറിലായാലും നമ്മുടെ ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ട് തന്നെ ഒരു വലിയൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഡിംഗ് ടു ദാറ്റ് ഇപ്പോൾ വെന്യൂവിന് ഒരു ലെവൽ 2 ADAS ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഓടിക്കാൻ പോകുന്ന ഈ വേരിയൻറ്റ് HX10 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എല്ലാവർക്കും അറിയുന്ന പോലെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലാണ് നമ്മുടെ വെന്യൂ വരുന്നത്. 2019 ലോഞ്ച് ചെയ്തത്. 2022 കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് വന്നു. ആൻഡ് ഒരു മേജർ അപ്ഡേറ്റ് ഇപ്പോഴാണ് വന്നത്. വെന്യൂ ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ റോഡ് പ്രൈസ് അറൗണ്ട് ഒരു 12 lakhs ആണ്. ഈ ഒരു സ്പെസിഫിക് ടോപ്പ് ഓട്ടോമാറ്റിക് ഡീസൽ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് അറൗണ്ട് ഒരു 19 lakhs ആണ്. സോ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഡീസൽ ഇൻ ദി സെഗ്മെന്റ് ആണ്. സോ ഈ സെഗ്മെന്റിലെ ബാക്കിയുള്ള ഡീസൽ റിവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഈ ഒരു വണ്ടി വെർത്താണോ നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. അൺലോക്ക്, പിന്നെ നമ്മുടെ ലോക്ക്, പിന്നെ നമുക്ക് കുറച്ചു നേരം ഇതിങ്ങനെ ഹോൾഡ് ചെയ്താൽ വണ്ടി ഓണായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യാബിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കയറുമ്പോൾ ഉള്ളിൽ ക്യാബിനൊക്കെ നല്ല കൂൾഡായിട്ട് തന്നെ ഉണ്ടാവും. അമർത്തി പിടിച്ചാൽ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ വണ്ടി ഓഫായി. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ബൂട്ട് തുറക്കാനുള്ളത്. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് വലിച്ചാൽ മതി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ബൂട്ട് ഓപ്പണായി. അറൗണ്ട് 375 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. സെഗ്മെന്റിൽ ഒരു മിഡിലാണ് നിൽക്കുന്നത്. സോണറ്റിലേക്കാണ് കുറച്ച് കുറവാണ്. ഇവിടെ നമ്മുടെ സബ്വൂഫറൊക്കെ കാണാം. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ലൈറ്റ് റൈറ്റ് ഹിയർ. ആൻഡ് ഇത് തുറന്ന നമുക്ക് സ്പെയർ ടയറും ടൂൾസും താഴെയായിട്ട് കാണാം. ഒരു വലിയ പാസൽ ട്രെയിനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കൊളുത്തി വെക്കാം. ആൻഡ് നമുക്കിത് മെല്ലെ അടയ്ക്കാം. ഡോർ ഹാൻഡിൽ വന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പുൾ ഔട്ട് ടൈപ്പ് ഡോർ ഹാൻഡിൽ തന്നെയാണ്. അതിൽ റിക്വസ്റ്റ് സെൻസർ കാണാം. ഇപ്പോൾ ലോക്ക്ഡ് ആണെങ്കിൽ ഇതമർത്തിയാൽ വണ്ടി അൺലോക്ക് ആവും. ആൻഡ് നമുക്ക് ക്യാബിനിലോട്ട് കയറാം. പാർക്കിനുള്ളത് ആൻഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ബ്രേക്കിൽ പിടിച്ച് നമ്മുടെ വണ്ടി ഓണാക്കി. ലിറ്റിൽ ബിറ്റ് അനിമേഷൻസ് നമ്മുടെ ക്ലസ്റ്ററിലും ഇൻഫോർടൈൻമെൻ്റ് ഒക്കെ നമ്മുടെ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ എഞ്ചിൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ലിവർ വരുന്നത്. ആൻഡ് ബോണറ്റ് അത്യാവശ്യത്തിന് ഹെവിയാണ്. ഇത് നമുക്ക് ഇവിടെ കൊളുത്തി വെക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ CRDI ഡീസൽ എഞ്ചിൻ. പുട്ടിംഗ് ഔട്ട് അറൗണ്ട് 114 bhp ഓഫ് പവർ അറ്റ് 4000 RPM ആൻഡ് അറൗണ്ട് 250 Nm ഓഫ് ടോർക്ക് അറ്റ് 1500 to 2750 RPM റേഞ്ചിൽ. സോ ഈ ഒരു സെഗ്മെന്റിലെ ബാക്കിയുള്ള ഡീസൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സിമിലർ ഫിഗേഴ്സ് ആണ്. ഈ ഒരു വണ്ടിയുടെയും പിന്നെ സോണറ്റിൻ്റെയും ഡീസലിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ആൻഡ് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ആണ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഓഫ് ദ ലൈൻ. നമുക്കിത് നല്ല അടയ്ക്കാം. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സ്പേസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം. ആൻഡ് പാസഞ്ചർ സീറ്റിനൊക്കെ കംപ്ലീറ്റ്ലി മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഞാൻ ഇത്ര സ്പേസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് കൈ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ആംറസ്റ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെയും കുറച്ച് ലെതർ ഇൻസേർട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഓക്കെ, മിറർ വന്നിട്ടുണ്ട്. ലൈറ്റ്സ് ഒന്നുമില്ല. പാസഞ്ചർ വിൻഡോ വൺ ടച്ച് ഓപ്പറബിൾ ഒന്നും അല്ല. ഇനി നമുക്ക് ഈ ഒരു സ്പേസ് ഇത്ര വെച്ചിട്ട് നമുക്ക് ബാക്കിലുള്ള സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. ഒരു വലിയ കപ്പ് ഹോൾഡർ തന്നെ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ സ്പേസ് ഹിയർ, ലിറ്റിൽ സ്പേസ് ഹിയർ. നമുക്കിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അങ്ങനെ തുറന്ന് അങ്ങനെ പോകാം. ആൻഡ് അത്യാവശ്യം ഓക്കേഷ് ലെഗ് റൂമാണ്. ഇത് എവിടെ എൻ്റെ കാല് ഇപ്പോൾ I am 5'11" ആൻഡ് കാല് കുറച്ച് ജസ്റ്റ് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ആൻഡ് തൈ സപ്പോർട്ട് അത്യാവശ്യത്തിനുണ്ട്. ഹെഡ് റൂം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിലും ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. കാരണം ഇത്ര സ്പേസ് മുകളിലുണ്ട്. കൊള്ളാം. ഇവിടെയായിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ഷെയ്ഡ് വെക്കണ്ട. ഇവിടെ തന്നെ നമുക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രാബ് ബാർ ഇവിടെ കാണാം. ലൈറ്റ്സ് ഇൻ യെല്ലോ ഹിയർ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ എയർവെൻസ് ഒക്കെ കാണാം. 2 Type-C പോർട്സ് ആൻഡ് ലിറ്റിൽ സ്പേസ് ഹിയർ. നടുവിലോട്ടേക്കൊക്കെ ഇരുന്നാൽ ഫ്ലാറ്റ് ബെഡഡ് അല്ല. അപ്പോൾ പിന്നെ ബാക്കിലായാലും മറ്റേ ആംറസ്റ്റിൻ്റെ ആ ഒരു ഹാർഡ്നെസ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നടുത്താക്ക് കുറച്ച് കംഫർട്ടബിൾ അല്ല. പിന്നെ ഒപ്പിച്ചൊക്കെ ഇവിടെ ഇരിക്കാം. ഇവിടെ സീറ്റ് പോക്കറ്റ്സ് ഇല്ല. ഇവിടെ നിന്നും സീറ്റ് പോക്കറ്റ്സ് വന്നിട്ടില്ല. ആൻഡ് ഇങ്ങോട്ടേക്ക് എടുത്താൽ നമുക്ക് ആദ്യം ഒരു റിക്ലൈൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിക്ലൈൻ ആണ്. നമുക്കിങ്ങനെ ഇരിക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ മുകളിലോട്ടേക്ക് ആക്കിയിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് റിക്ലൈൻ ചെയ്ത് വെക്കാം. അതായത് 2 സ്റ്റെപ്പ് റിക്ലൈൻ ആണ്. ആൻഡ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇവിടെയുള്ള ആൾക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. നടുത്താക്കൊന്നുമില്ല. ആൻഡ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ആംറസ്റ്റ് തന്നെയാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം. അത്ര ഫ്ലംസി ഒന്നല്ല. നല്ല സ്റ്റേർഡായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു വെക്കാം. സോ ഇതൊക്കെയാണ് റിയർ സീറ്റ്സിലെ വിശേഷങ്ങൾ. ഇവിടെ കപ്പ് ഹോൾഡർ അത്യാവശ്യം വലിയ കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ സ്പേസ് കുറച്ച് കുറവാണ്. ഇവിടെ നിന്ന് സ്പേസ് ഇല്ല.
ആൻഡ് ഡ്രൈവറിലെ സീറ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ വെന്യൂടെ ഇൻഡിക്കേഷനൊക്കെ കാണാം. ഫുൾ ലെതറായിട്ടാണ് എല്ലാ സീറ്റ്സും. സോർട്ട് ഓഫ് ആൻ ഓഫ് വൈറ്റ് കളറാണ്, താഴെ ഒരു സോർട്ട് ഓഫ് ആൻ നേവി ബ്ലൂ കളറിലാണ് നമ്മുടെ ഫിനിഷിംഗ് വന്നേക്കുന്നത്. കംപ്ലീറ്റ് ക്യാബിൻ ആൻഡ് സീറ്റ്സ് എവറിത്തിങ്. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും പിന്നെ റിക്ലൈനും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം മാനുവലാണ് വന്നേക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂൽ ഓപ്പണിങ്ങിൻ്റെ ലിവറും കാണാം. ആൻഡ് സ്ട്രൈറ്റ് അവേ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മുടെ ഹ്യുണ്ടയുടെ അയോണിക് 5 കണ്ട ഇൻഡിക്കേഷൻ കാണാം. ഇത് മോസ് കോഡാണ് ശരിക്കും. എച്ച് എന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു മോസ് കോഡ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കട്ടെ, ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ആൻഡ് നമുക്ക് തിരിച്ചു വെക്കാം. ഒരു ലെതറിട്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മോഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച്. പിന്നെ ഇത് നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റ് ആണ്. ഓപ്പൺ സൺറൂഫ്, ഇതിൽ ഓപ്പൺ സൺറൂഫ് എന്ന് വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സൺറൂഫ് ഓപ്പണായി വന്നിട്ടുണ്ട്. സൺറൂഫ് ക്ലോസ് ചെയ്യാനും ശരിക്കും ഈ ഒരു കമാൻഡ് വർക്ക് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് സൺറൂഫ് ക്ലോസ് ചെയ്യുവാണ്. ഇത് ഞാൻ അടച്ചിട്ടുണ്ട്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്, പിന്നെ സീക്കും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഫേവറേറ്റ് ആക്കാനുള്ളത് കോൾ കൺട്രോൾസ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ക്രൂസ് കൺട്രോൾ, അഡാസിൻ്റെ ഒക്കെ സ്വിച്ചൊക്കെ. അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നോക്കാം. ഈ ഒരു ബട്ടൺ അമർത്തിയാൽ നമ്മുടെ കോമ്പസ് കാണാം, നമ്മുടെ ലെയിൻ കീപ്പ് അസിസ്റ്റൻ്റ് ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ, ട്രിപ്പ് മീറ്ററും കാര്യങ്ങൾ, ഡ്രൈവ് ഇൻഫോസ് ഒക്കെ ഇതിലായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ഇത് TPMS ഇതിൽ വന്നിട്ടുണ്ട്. നീറ്റായിട്ട് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് കാണാം. ആൻഡ് ഓട്ടോ ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റും റൈറ്റിൽ ക്യാമറ ഓണായി വരുന്നുണ്ട്. ആൻഡ് വൈപ്പേഴ്സ് റെയിൻ സെൻസിങ് അല്ല, ഇതിലിപ്പോൾ വാഷർ ഫ്ലൂയിഡ് ഒന്നും നിറച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. ഇനി നമുക്ക് ബാക്കിലും വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. സൈഡിലോട്ട് നോക്കിയാൽ ഒരു ടോൾ എയർവെൻസ് ആണ് കൊടുത്തേക്കുന്നത്, സോർട്ട് ഓഫ് എ മാറ്റ് ഫിനിഷ് ഹിയർ. അതേ എയർവെൻസ് അവിടെയും കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നല്ല സ്ലീക്ക് ആയിട്ടുള്ള എയർവെൻ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മിറേഴ്സിൻ്റെ ഇലക്ട്രിക് കൺട്രോൾസ് ആസ് യൂഷ്വൽ. നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണാം. ലോക്ക് ആൻഡ് അൺലോക്ക് ഡോർസ് ഹിയർ. നമുക്ക് ഡ്രൈവർ വിൻഡോ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോകുന്ന കാണാം. അപ്പ് വൺ ടച്ച് ഓപ്പറബിൾ ആണോ നോക്കട്ടെ. യെസ്, അപ്പും വൺ ടച്ച് ഓപ്പറബിൾ ആണ്. വിൻഡോസ് വേണമെങ്കിൽ നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ആൻഡ് താഴോട്ടേക്ക് വന്നാൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ പരിപാടികളാണ്. അത് ഓഫ് ആകാനുള്ള എൻ്റെ ഇൻഡിക്കേഷൻ ഒക്കെ ഇവിടെ കാണാം. ഇവിടെ നമ്മുടെ ലൈറ്റിൻ്റെ ഫോക്കസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 12.3 ഇഞ്ച് ഒരു കണക്റ്റഡ് പാനറോബിക് ഡിസ്പ്ലേ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ബിഗ് ഡിസ്പ്ലേ തന്നെയാണ്. പേഴ്സണലി ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ടു മീ. ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ടച്ച് തന്നെ വണ്ടിക്ക് ശരിക്കും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ വന്നിട്ടുണ്ട്. ആൻഡ് ദ ടച്ച് റെസ്പോൺസ് ആൻഡ് ഓൾ ഇസ് റിയലി ഗുഡ്. നമ്മൾ ഹ്യുണ്ടയുടെ ടച്ച് റെസ്പോൺസ് ഓൾറെഡി ശരിക്കും നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസ് ആണ്. ഇതിലിപ്പോൾ ഉള്ളത് FM, പിന്നെ മാപ്പ്, പിന്നെ ഫോൺ കൺട്രോൾസ്, പിന്നെ ഫോൺ പ്രൊജക്ഷൻ, പിന്നെ വെതറിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ പരിപാടികളും ഇതിലിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ താഴത്തേക്ക് വന്നാൽ എല്ലാം ബട്ടൺസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രെറ്റയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഡിസൈനാണ്. സെറ്റപ്പ്, മീഡിയ, പിന്നെ സെർച്ച്, പിന്നെ മാപ്പും കാര്യങ്ങളൊക്കെ. മാപ്പ് അമർത്തിയ ഹ്യുണ്ടയുടെ ഇൻബിൽറ്റ് മാപ്പ് ഇതിൽ വരും. പിന്നെ ഹോം അമർത്തിയ നമ്മുടെ ഹോം സ്ക്രീനിലോട്ട് വരും. പിന്നെ നമ്മൾ ട്യൂൺ ചെയ്യാനുള്ളത്, പിന്നെ നമ്മുടെ വോളിയം കൺട്രോൾസ് ഒക്കെ നോബായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫാൻ സ്പീഡ് കൂട്ടുന്നതാണ്. ഫാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളത്. ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും ആ പരിപാടികളൊക്കെ എല്ലാം ബട്ടൺസ് ആണ്. സോ ഇറ്റ്സ് റിയലി കൺവീനിയൻറ്റ്. പിന്നെ ഇത് നമ്മുടെ റീസർക്കുലേഷൻ, റിയർ ഡിഫോഗർ, ഫ്രണ്ട് ഡിഫോഗർ, പിന്നെ നമ്മുടെ ഡയറക്ഷൻ മാറ്റാനുള്ളത്, AC, ഓഫ് ആൻഡ് ഓട്ടോമാറ്റിക്കിൻ്റെ സ്വിച്ച്. താഴോട്ടേക്ക് വന്നാൽ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വന്നാൽ ഒരു ടൈപ്പ് സി പോർട്ട് ഇവിടെ കാണാം. ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് കാണാം. ആൻഡ് 12 വോൾട്ട് പോർട്ട് റൈറ്റ് ദർ. ആൻഡ് കൊടുത്തേക്കുന്നത് ഒരു 6 സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഞാൻ ഇപ്പോൾ റിവേഴ്സ് ഇട്ടപ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി കണ്ടില്ലേ, നല്ല രീതിയിലുള്ള ക്യാമറ ക്വാളിറ്റിയാണ്. ആൻഡ് ഓൾസോ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഒരു 360 ക്യാമറ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിലിങ്ങനെ ടോഗിൾ ചെയ്ത് കളിക്കാം. ന്യൂട്ടർ D, പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടാൽ പ്ലസും മൈനസും ആയിട്ട് മാനുവൽ ഷിഫ്റ്റ്സും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ആൻഡ് ബാക്ക് ടു പാർക്ക്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അമർത്തിയ നേരത്തെയുള്ള ക്യാമറ ഓണായി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചാണ് ഇത്. പിന്നെ ഉള്ളതാണ് പാർക്ക് അസിസ്റ്റ്. നമ്മുടെ സെൻസേഴ്സിൻ്റെ അലേർട്ടും ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളതാണ് നമ്മുടെ പാർക്ക് അസിസ്റ്റ് വരുന്നത്. ആൻഡ് ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ്റെ ബട്ടണാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 3 ലെവൽസ് ഓഫ് വെന്റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓഫ് ആക്കി ഇടാം. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാണാം, ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് മോഡ്സ്, ട്രാക്ഷൻ മോഡ്സ് ഒക്കെ ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ കാണാം. ആൻഡ് ഇതിപ്പോൾ അമർത്തിയാൽ ഇതിലിപ്പോൾ സ്നോ എന്ന് വന്നിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെയാണ്, ഇങ്ങനെ കറക്കുമ്പോഴാണ് ഇതിലിങ്ങനെ മാറുന്നത്. ഇതിപ്പോൾ ട്രാക്ഷനിൽ സ്നോ, മഡ് ഓർ സാൻഡ് നമുക്ക് വേണമെങ്കിൽ ഇടാം. സാൻഡിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ടയർ കറങ്ങും. സ്നോയിലാകുമ്പോൾ നമ്മൾ മെല്ലെ ഇൻ്റർമീഡിയൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി വരുന്നത്. ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് മെല്ലെ കറങ്ങത്തുള്ളൂ, ഫുൾ സ്പിന്ന് വരത്തില്ല, സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ. ആൻഡ് ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഞെക്കിയാൽ പിന്നെ ഡ്രൈവിലോട്ടാവും. പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ ടോഗിൾ ചെയ്യാം. എക്കോ, നോർമൽ, സ്പോർട്ട്, അങ്ങനെ 3 ഡ്രൈവിംഗ് മോഡ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് നോർമലിലോട്ട് ഇടാം. ആൻഡ് 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. ആംബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയൊരു ആംബ്രസ്റ്റ് ആണ്. ഇച്ചിരി സ്പേസേ ഉള്ളൂ ശരിക്കും ഇതിൽ. ആൻഡ് ഗ്ലൗ ബോക്സ് വന്നിട്ട് കൂൾഡ് ആണ്. എയർവെന്റ് ഇവിടെ കാണാം. ചെറിയൊരു ഗ്ലൗ ബോക്സ് ആണ്. ലിറ്റിൽ ബിറ്റ് സ്പേസ് ഹിയർ. മുകളിലോട്ടേക്ക് എടുത്താൽ വെന്യൂ ഒക്കെ നല്ല രീതിയിൽ എഴുതിയേക്കുന്നത് കാണാം. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഡിസൈൻ ടച്ചസ് ഒക്കെ ഇവിടെ കാണാം. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്. പിന്നെ ഓട്ടോ ഡിമിംഗ് മിറേഴ്സ് ആണ് വന്നേക്കുന്നത്. SOS, പിന്നെ ടോവിംഗ്, പിന്നെ ബ്ലൂലിംഗിന്റെ ബട്ടൺ ഒക്കെ ഇതിൽ കാണാം. എമർജൻസി ബട്ടൺസ് ആൻഡ് ഓൾ ഇതിൽ കാണാം. ആൻഡ് നമ്മുടെ ഷെയ്ഡ് വന്നിട്ട് മിറർ ഒന്നുമില്ല. എന്തെങ്കിലും സാധനം ഇതിൽ പേപ്പറൊക്കെ വെക്കണമെങ്കിൽ ഇതിൽ നമുക്ക് വെക്കാം. ഇനി നമുക്ക്
വണ്ടിയുടെ എക്സ്റ്റീരിയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ആൻഡ് ഫ്രണ്ടിലോട്ടേക്ക് വന്നാൽ നല്ല രീതിയിൽ ഇവർ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ലൈറ്റ്സിനൊക്കെ ഒരു കണക്റ്റഡ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്. താഴേക്ക് എടുത്താൽ ഒരു എൽ ഷേപ്പിലുള്ള ഒരു DRL പോലെയാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ LED ഹെഡ് ലാംപ്സ് ഇവിടെ ഉണ്ട്. ഫ്രണ്ടിലെ സെൻസേഴ്സ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ആൻഡ് എ ബിഗ് ഗ്രിൽ റൈറ്റ് ഹിയർ. നമ്മുടെ ക്യാമറ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഹ്യുണ്ടായുടെ ലോഗോ നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ആൻഡ് സൈഡിലോട്ടേക്ക് എടുത്താൽ 215/60 ടയർ സൈസാണ് വന്നിരിക്കുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ്. ലോവർ ട്രിംസിലൊക്കെ 15 ഇഞ്ച് വീൽസ് ആണ്. പിന്നെ അലോയ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് അത്ര വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തൊരു അലോയ് വീൽസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ടോ നോക്കാം. ആൻഡ് യെസ്, ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം. ഇവിടെയൊക്കെ നമ്മുടെ വെന്യൂ എന്ന് എഴുതിയേക്കുന്നത് കാണാം. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ആൻഡ് മിനിമലിസ്റ്റിക്. ഇവിടെ നമ്മുടെ റൂഫ് റെയിൽസ് എല്ലാം നമുക്ക് ഫംഗ്ഷനിലാണ് ആൻഡ് ഇറ്റ്സ് ഫിനിഷ്ഡ് ഇൻ സിൽവർ. പിന്നെ ബാക്കിലോട്ടേക്ക് എടുത്താൽ എനിക്ക് പേഴ്സണലി പഴയ വെന്യൂനെക്കാട്ടും ഈ ഒരു പുതിയ വെന്യൂയുടെ ബാക്ക് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് കണക്റ്റഡ് സെറ്റപ്പ് ലുക്സ് റിയലി മിനിമലിസ്റ്റിക്. വെന്യൂയുടെ ലോഗോ ഒക്കെ ഇവിടെ കാണാം. ആൻഡ് എ ബിഗ് സ്പോയിലർ, പിന്നെ ഷാർക്ക് ഫിൻ ആൻഡിന് നമുക്ക് ഇവിടെ കാണാം. താഴോട്ടേക്ക് എടുത്താൽ നമ്മുടെ സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തിൽ എൽ ഷേപ്പിലായിട്ട് നമ്മുടെ റിഫ്ലക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ റിവേഴ്സ് ലൈറ്റ്സ് ആർ ഡൗൺ ഹിയർ. ഗ്രൗണ്ട് ക്ലിയറൻസ് ശരിക്കും ഇതിലെ വൺ ഓഫ് ദ ലോവസ്റ്റ് ഫിഗേഴ്സ് ആയ ഒരു 190 mm ആണ്. ബട്ട് ഇന്ത്യൻ റോഡ്സിന് അത്യാവശ്യം കുഴപ്പമില്ല ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. സെഗ്മെന്റിൽ അത്യാവശ്യം കുറവാണെന്നേ ഉള്ളൂ. ആൻഡ് സ്ട്രെയിറ്റ് അവേ നമുക്കിനി വണ്ടി ഓടിച്ചു നോക്കാം. സോ ഇപ്പോൾ പാർക്കിലാണുള്ളത്. ഡ്രൈവ് മോഡ് വന്നിട്ട് ഇപ്പോൾ തൽക്കാലം നമ്മുടെ നോർമലിൽ തന്നെ വെച്ചിട്ടുണ്ട്. ടു ഡി ആൻഡ് ലെറ്റ്സ് ഗോ. സോ സ്ട്രൈറ്റ് അവേ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിലുള്ള വ്യൂ തന്നെ ഉണ്ട്. പില്ലർ ബ്ലോക്ക് ഒക്കെ ഇച്ചിരിയേ ഉള്ളൂ, തീരെ ഇല്ല എന്ന് വേണം പറയാം. നമ്മൾ ബാക്കിയുള്ള കാറൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ ഹോൺ വന്നേക്കുന്നത്. ആൻഡ് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. കാലൊക്കെ നല്ല റിലാക്സ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് കാല് വെക്കാനുള്ള സ്പേസും ഉണ്ട്. ക്ലച്ച് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കാല് ഡെഡ് പെഡലിൽ നമുക്ക് നല്ല നൈസായിട്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോകാം. ആൻഡ് ഈ ഒരു സ്പീഡിലൊക്കെ നമ്മൾ ഗിയർ ഷിഫ്റ്റ്സ് ഒന്നും അറിയുന്നില്ല. നല്ല രീതിയിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും. നമുക്ക് ഇവിടെ നമുക്ക് ഹൈവേയിലോട്ട് കയറാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ ക്ലസ്റ്ററിൽ ഒരു ചെറിയൊരു ക്യാമറ വ്യൂ ഒക്കെ തരുന്നുണ്ട്. അത് നമ്മളങ്ങനെ നോക്കത്തില്ല, എന്നാലും ചെറിയ ഗിമ്മിക്സ് ഒക്കെ ക്രെറ്റയിലൊക്കെ കണ്ട പോലത്തെ പരിപാടികൾ ഇപ്പോൾ ഇതിലും വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ആ ഒരു ബൈക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അലേർട്ട്സും തരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ലൈനിൽ തന്നെ സ്ട്രേറ്റ് അവേ ക്രൂസ് കൺട്രോളും അഡാസും പരിപാടികളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് ഓൺ ആയിട്ടാണുള്ളത്. ഞാൻ ലൈനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പാർച്ചർ ആവാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ തന്നെയാണ് നമ്മുടെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്തത്. ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പോൾ നമ്മുടെ ലൈനിൽ അങ്ങനെ നല്ല രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ലെവൽ 2 അഡാസ് ലൈൻ കീപ്പ് അസിസ്റ്റിൻ്റെ പരിപാടികളൊക്കെ. സോ ഈ വണ്ടിക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഫീച്ചറും വന്നിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള വണ്ടിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അത് ബ്രേക്ക് അടിച്ച് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 38 വെച്ചിട്ടുണ്ട് നമ്മുടെ സ്പീഡ്. ആക്സിലേറ്ററിലൊന്നും കാലൊന്നും കൊടുത്തിട്ടില്ല. 38 മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു വണ്ടിയുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി പോകുന്നത്. സ്റ്റിഫർ സസ്പെൻഷനാണ്, അതുകൊണ്ട് ബോഡി റോളൊക്കെ അത്യാവശ്യം നെഗ്ലിജിബിൾ ആണ്. ഇതിപ്പോൾ ക്രൂസൊക്കെ ക്യാൻസലായി, ബിക്കോസ് ഞാൻ ഫുൾ ബ്രേക്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വണ്ടിയുടെ അറൈവ് മൈലേജ് വന്നിട്ട് അറൗണ്ട് ഒരു 24 kmpയിലാണ് വരുന്നത്. റിയൽ വേൾഡ് നമുക്ക് 16 to 20 ഇടയിലാണ് നമ്മുടെ റിയൽ വേൾഡ് കണ്ടീഷൻസിൽ ഈ ഒരു വണ്ടിയുടെ മൈലേജ്. പിന്നെ 45 liters ഓഫ് ടാങ്ക് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ അറൗണ്ട് ഒരു ബിഗർ 900 km ഒക്കെ ശരിക്കും ഈ ഒരു വണ്ടിയിൽ പിടിക്കാം. സോ റേഞ്ച് വൈസ് നല്ല രീതിയിലുള്ള റേഞ്ചാണ്. പിന്നെ ആസ് ഒബ്വിയസ്ലി വെന്യൂടെ ബാക്കിയുള്ള ഡ്രൈവ് ട്രെയിൻസ് വെച്ച് നോക്കുമ്പോൾ ആസ് ഓബ്വിയസ് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് കൂടുതലാണ്. ടർബോ പെട്രോൾ ആയാലും നോർമൽ പെട്രോൾ ആയാലും കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിന് തന്നെയാണ് മൈലേജ് കൂടുതൽ. പിന്നെ നമ്മൾ ഡീസൽ റിവൽസിലും എടുത്ത് നോക്കുമ്പോഴും ഈ വെന്യൂനും സോണറ്റിനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെഗ്മെന്റ് ബെസ്റ്റ് മൈലേജ് തന്നെ ശരിക്കും തരുന്നുണ്ട്. ശരിക്കും നമുക്ക് കൈയൊക്കെ ഇങ്ങനെ സുഖമായിട്ട് വെച്ചിട്ട് നമുക്ക് വൺ ഹാൻഡ് ഡ്രൈവിങ്ങിനൊക്കെ അത്യാവശ്യം സൂട്ടബിൾ ആണ്. സുഖമായിട്ട് നമുക്ക് അങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് പോകാം. സ്റ്റിയറിംഗ് നല്ല രീതിയിൽ അങ്ങോട്ട് ലൈറ്റ് അല്ല, ഒരു മീഡിയം സ്റ്റിഫ്നെസ്സിലാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വന്നേക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഒന്ന് ഞാൻ എക്കോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. എക്കോയിൽ ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് കാല് കൊടുത്ത് നോക്കാം. എന്നാലും നല്ല രീതിയിൽ പുള്ളൊക്കെ ചെയ്യുന്നുണ്ട്. സ്ലോവർ സ്പീഡ്സിലൊക്കെ നമുക്ക് എക്കോയിലിട്ടാൽ, സിറ്റി ഡ്രൈവിലൊക്കെ എക്കോയിലിട്ടാൽ അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് പെട്രോൾ അങ്ങോട്ട് ചിലവാകത്തില്ല. നമുക്ക് നോർമലിലോട്ട് ഇട്ടിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ റെസ്പോൺസും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അറൗണ്ട് 5.1 meters ഓഫ് ടേണിംഗ് റേഡിയസ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം കുറവാണ് ശരിക്കും ടേണിംഗ് റേഡിയസ്. അതുകൊണ്ട് സിറ്റി കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ വളച്ചെടുക്കാൻ നല്ല സുഖമാണ്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഹ്യുണ്ടയുടെ സ്റ്റിയറിംഗ് റിട്ടേൺ ആൻഡ് ഓൾ ഇസ് സോ ക്രിസ്പ്. പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1-ലാണുള്ളത്. പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ റെസ്പോൺസ് ആൻഡ് ഓൾ ഇസ് സോ ക്വിക്ക്. ഒരു ക്രിസ്പ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. നമ്മൾ ലാഗൊന്നും അറിയുന്ന പോലും ഇല്ല. സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയാലും പെർഫെക്റ്റ് ആയിട്ട്
കർവ് അങ്ങനെ എടുക്കുന്നുണ്ട്. സ്വേയിങ് ഒന്നും കണ്ടില്ല. നല്ല സെറ്റായിട്ട് എന്തായാലും ബോഡി റോള് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഹ്യുണ്ടായി ഈ വണ്ടിയിൽ. അത്യാവശ്യം നല്ല ഫൺ ടു ഡ്രൈവ് തന്നെ കേട്ടോ. ഡീസലായിട്ട് പോലും നല്ല രീതിയിൽ നമുക്ക് ഫൺ ടു ഡ്രൈവ് ആണ് ഈ ഒരു വണ്ടി. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് അപ്പും ഡൗണും ചെയ്യാം. പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും അധികം യൂസ് ചെയ്യത്തില്ല. ഡീലിട്ടിട്ട് നമ്മളിവിടെ ഒന്ന് തട്ടി കൊടുത്താൽ മാനുവലാവും. നമ്മൾ മാക്സിമം ഇതായിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും. സേഫ്റ്റി സൈഡ് വന്നിട്ട് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള നമ്മുടെ ABS, ESC, നമ്മുടെ ഹിൽ ഓട്ടോ ഹോൾഡ് അസിസ്റ്റ് ഉള്ള എല്ലാ പരിപാടികളും സേഫ്റ്റി വൈസ് എല്ലാം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഗ്ലോബൽ എൻക്യാബ് റേറ്റിംഗ് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇനി എങ്ങനെയാവും നമുക്ക് നോക്കാം അതിൻ്റെ ടെസ്റ്റിംഗ് റിസൾട്ടൊക്കെ. സർവീസ് കോസ്റ്റ് ആണെങ്കിലും ഒരു ഓവർ ദ 5 ഇയേഴ്സ് ഒരു 25-26K ഒക്കെ ആയിരിക്കും മിക്കവാറും. അതും ശരിക്കും സെഗ്മെൻറ്റിൽ ഒരു മിഡിലാണ് നിൽക്കുന്നത് മെയിൻ്റെനൻസ് കോസ്റ്റ് വൈസ്. പിന്നെ 3 ഇയേഴ്സ് 1 lakh കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടി വന്നിട്ടുണ്ട്. ഒരു 5 ഇയേഴ്സ് വരെ നമുക്ക് എക്സ്റ്റെൻഡും ചെയ്യാം. പിന്നെ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി വരുന്നുണ്ട്. നമ്മളെ ബ്രേക്ക് പാഡും അങ്ങനത്തെ വേറബിൾ പാർട്സിനൊക്കെയുള്ള വാറണ്ടി കവർ ചെയ്യുന്നത് ഒരു 9K ഒക്കെ എക്സ്ട്രാ അടച്ചാൽ അത് ഇൻ ദ ലോങ് റൺ നല്ല രീതിയിൽ ഉപയോഗമാണ്. ചെറിയ റണ്ണൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ അതെടുക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ലോങ് റൺ ആണെങ്കിൽ അതെടുത്ത് വെച്ചാൽ ശരിക്കും നല്ലതാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പോർട്ട് മോഡ് ഇട്ട് നോക്കാം. ആൻഡ് ഇപ്പോൾ കണ്ട പോലെ ത്രോട്ടിൽ റെസ്പോൺസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നല്ല ഹയർ RPMത്തിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് കൊള്ളാം. ഇത് അത്യാവശ്യം നല്ല ഫൺ ടു ഡ്രൈവ് ആണ് സ്പോർട്ട് മോഡിലിട്ടാൽ. ശരിക്കും നമ്മൾ അന്ന് കുറേ കാലം മുന്നേ ഞാനൊരു ട്യൂസോണൊക്കെ ഡ്രൈവ് ചെയ്തായിരുന്നു, 2 ലിറ്റർ ഡീസൽ. ആ ഒരു വണ്ടിയുടെ ചെറിയ ഫോം എന്ന് വേണമെങ്കിൽ പറയും ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ല അങ്ങോട്ട് പുള്ള് ചെയ്ത് കൊണ്ടുപോകണം ശരിക്കും. ആ ഒരു ടോർക്ക് ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും അടിപൊളിയായിട്ട് തന്നെ വരുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് യൂ ടേൺ എടുത്ത് നമുക്ക് ലോഞ്ചും കൂടെ ചെയ്ത് നോക്കാം. ട്രാക്ഷൻ കൺട്രോൾ ഞാനിപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ട്രെച്ചേ ഉള്ളൂ. നമുക്ക് ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ലോഞ്ച് ചെയ്ത് നോക്കാം. സ്പോർട്ട് മോഡിലാണുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ. എൻജോയബിൾ ആക്സിലറേഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ. 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 13 സെക്കൻഡ്സിലാണ്. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഡീസലിനൊക്കെ ഒരു 12 to 13 സെക്കൻഡ്സിൽ തന്നെയാണ് നമ്മുടെ 0 to 100 അടിക്കുന്നത്. ബട്ട് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ക്വിക്ക് ഓവർടേക്സിനൊക്കെ നല്ല രീതിയിലുള്ള മിഡ് റേഞ്ചും ഉണ്ട്. അപ്പോൾ നല്ല ഫൺ ടു ഡ്രൈവ് ആണ് ശരിക്കും ഈ ഒരു വണ്ടി. കാല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പാഡൽ ഷിഫ്റ്റേഴ്സും കൂടെ നോക്കി നോക്കാം. NVH ലെവൽസ് വന്നിട്ട് നമുക്ക് ആകെ ആ ഒരു ഹയർ RPMൽ നമ്മുടെ നോയ്സ് അങ്ങനെ ഉള്ളിൽ കേൾക്കുന്നുള്ള രീതിയിലേ ഉള്ളൂ. നമ്മൾ ഇൻസുലേഷൻ ഒന്നും കണ്ടില്ല. ബട്ട് വൈബ്രേഷൻ വൈസ് ഒരു രീതിയിലുള്ള വൈബ്രേഷനും നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ ചെറിയ സ്പീഡ്സിലോ എനിക്ക് ഹയർ സ്പീഡ്സിലോ തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടാണുള്ളത്. ആ ഒരു നോയ്സ് മാത്രം ആസ് യൂഷ്വൽ നമ്മുടെ ഹയർ RPMത്തിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് അങ്ങനെ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെന്യൂവിൻ്റെ ഈ ഒരു ടോപ്പ് വേരിയൻ്റ് ഡീസൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതിൽ ടെക്ക് പരമായാലും പിന്നെ നമ്മുടെ പെർഫോമൻസ് ആയാലും റിയലി എൻജോയബിൾ കാറാണ്. പിന്നെ വെന്യൂ ഡീസൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ബാക്കിയുള്ള വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ ദ 5 ഇയേഴ്സ് മെയിൻറ്റെയിൻ റണ്ണിങ് കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ കുറവായിരിക്കും. ഇപ്പോൾ ഈവൻ നമ്മൾ ബാക്കി പെട്രോളിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, DCTയുടെ ടോപ്പ് വേരിയൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഡീസൽ ടോപ്പ് വേരിയൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആൻഡ് റണ്ണിങ് കോസ്റ്റ് നല്ല രീതിയിൽ കുറവായിരിക്കും. ആൻഡ് ഓൾസോ ആ ഫൺ ടു ഡ്രൈവ് എലമെൻറ്റ് എന്നുള്ള പെട്രോളിൻ്റെ ആ ഒരു ഫൺ ടു ഡ്രൈവ് എലമെൻറ്റ് എന്നുള്ള ഫാക്ടർ ശരിക്കും ഡീസലിൽ അത്ര രീതിയിൽ ഈ വണ്ടിക്ക് മിസ്സായതുപോലെ എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടി. സോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് വെന്യൂവിൻ്റെ വിശേഷങ്ങൾ. ഓൾഡ് വെന്യൂ ഡീസൽ ഓണേഴ്സ് ഓർ വെന്യൂയുടെ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ കാർ, ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടാൻ. ആൻഡ് ഈ ഒരു വണ്ടി എടുത്തേക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ചാക്കയിലുള്ള NBT ഹ്യുണ്ടയിലാണ്. ദ സെയിം ഷോറൂം നമ്മൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ എടുത്ത് എക്സ്റ്ററും i20 N-Line ഒക്കെ എടുത്ത അതേ ഷോറൂം. ആൻഡ് യു ക്യാൻ കോൺടാക്ട് ദം ഫോർ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് കാർ. ഈ ഒരു വണ്ടിയുടെ ബുക്കിങ്ങിനായാലും ബാക്കിയുള്ള ഏത് ഹ്യുണ്ടൈ കാറിൻ്റെ ബുക്കിങ്ങിനായാലും യു ക്യാൻ കോൺടാക്ട് ദം. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ലീഡിംഗ് ഡീലേഴ്സ് ഇൻ ട്രിവാൻഡ്രം. ആൻഡ് ഇപ്പോഴാണ് ഞാൻ ഒരു സ്ട്രെച്ച് കിട്ടിയത് 6 ഗിയർ ഇടാൻ. ഞാൻ മാനുവലി 6 ഗിയർ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലാൻഡ് ആട്ടോ വണ്ടി. നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ റിവേഴ്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ അഡാപ്റ്റീവ് ലൈൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. നമുക്ക് എത്രത്തോളം ക്രിസ്പാണ് നമ്മുടെ വ്യൂ.
നല്ല വൈഡായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കണ്ട് നമുക്ക് അങ്ങനെ പാർക്ക് ചെയ്തിടാം ശരിക്കും ഒരു വണ്ടി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നമ്മുടെ ഫോൺ ഞാൻ വയർലെസ് ആയിട്ട് നമ്മുടെ ഇൻഫോടൈൻമെന്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദ സൗണ്ട് ക്വാളിറ്റി. ഇതിന് ബോസിന്റെ ഒരു 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ആണ് വന്നേക്കുന്നത്. 2 സ്പീക്കേഴ്സ് ആൻഡ് 2 ട്വീറ്റേഴ്സ് ഹിയർ. പിന്നെ ബാക്കിൽ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഒരു സ്പീക്കർ ആൻഡ് പിന്നെ ഒരു സബ് വൂഫറും വന്നിട്ടുണ്ട്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദ സൗണ്ട് ക്വാളിറ്റി. നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. യു വുഡ് ലവ് ഇറ്റ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ ഈ ഒരു വണ്ടിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയുക, റിവ്യൂവിനെ പറ്റിയുള്ള അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സോ അടുത്തൊരു ഡ്രൈവിൽ കാണാം.